ഞാൻ 24 മണിക്കൂർ ഞാൻ പരാതി തന്നിട്ടുണ്ട്. ഇപ്പൊ അവിടെ കിടക്കുകയാണ്. ഈ ഫേസ്ബുക്കിൽ കൊടുക്കുന്ന എന്താഴ്ചയുള്ള ഒരാഴ്ച ഈ കേസിൽ ജീവനുള്ള ഇതിന് ആകെ നമ്മൾ വളരെ നിയമപരമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇതൊരു ഫ്രഷ് പരാതിയാണ്, നിലവിലുള്ള പരാതിയാണ്. അതായത് ഷിബു എന്ന് പറയുന്ന ഏരിയ സെക്രട്ടറി ഇട്ട പോസ്റ്റാണ്. അത് ലിങ്കിൽ ഇപ്പം പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ വളരെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്, നല്ല തെളിഞ്ഞോടെ വ്യക്തതയോട് കൂടി. അപ്പൊ അതിൽ ഞാനൊരു പരാതിക്കാരനാണ്, ഞാനൊരു ജനപ്രതിനിധിയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു FIR ഇടുക എന്റെ മൊഴിയിൽ. എന്നിട്ട് നിങ്ങൾക്ക് അത് അന്വേഷിച്ചിട്ട് തെറ്റാണെങ്കിൽ എനിക്കെതിരെ നിങ്ങൾ ഈ FIR മാറ്റിക്കോ. നിങ്ങൾ ആദ്യം ഈ വിഷയത്തിൽ ഒരു കേസ് എടുക്കുക. ഞാൻ 24 മണിക്കൂറായി ഞാൻ പരാതി തന്നിട്ടുണ്ട്. 24 മണിക്കൂറായി പരാതി തന്നിട്ടുണ്ട്. 24 മണിക്കൂർ പരാതി തന്നിട്ടുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഞാനൊരു 27 പരാതി വന്നു. 24 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇരുന്നത്. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു FIR, ആദ്യം സാമാന്യ മര്യാദ FIR ഇടാൻ FIR ഇടാനുള്ള സാമാന്യ മതി. ഇപ്പൊ അവിടെ കിടക്കുകയാണ്. ഈ ഫേസ്ബുക്കിൽ കൊടുക്കുന്ന എന്താഴ്ചയുള്ള ഒരാഴ്ച ഈ കേസിൽ. അതായത് ഈ കേസിൽ പച്ചയായിട്ട് ഷിബുവിന്റെ പേരും ഷിബുവിന്റെ ഇതും വെച്ചിട്ടുള്ള ഷിബുവിന്റെ ഫേസ്ബുക്ക് ആണ്. ഇത് വ്യാജ പ്രൊഫൈൽ ഞാൻ പറഞ്ഞതല്ല, പോലീസ് പറഞ്ഞതാ. പോലീസ് പറഞ്ഞതാ. പക്ഷെ ഇത് ഇത് ഷിബു എന്ന് പറയുന്ന ആള് ഇവിടെ ശരിക്കും ഉള്ള ആളാണ്, ജീവനുള്ള ആളാണ്. വ്യാജമാണ് തെളിഞ്ഞ FIR ഇട്ടിട്ടല്ലേ? ഇത് വ്യാജമായി തെളിഞ്ഞ FIR ഇട്ടിട്ടല്ലേ? പിന്നെ ദിവസം നിങ്ങൾ അന്വേഷിക്കില്ല. ഞങ്ങളൊരു പരാതി ആദ്യം FIR ഉണ്ട്. ഞങ്ങൾ 2 ന്യായാലയങ്ങൾ പറഞ്ഞത് FIR അതും പറഞ്ഞുതരാം. അതൊന്നും പറയാം. ഞങ്ങൾ ഇതാക്കണ്ട, ഞങ്ങൾക്കുള്ള നല്ല നിയമക്കറിയാം. കാസിമിനെതിരാണ് FIR ഇട്ടെ. അതായത് ഈ വ്യാജ സ്ക്രീൻഷോട്ട് ഇട്ട പയ്യനെതിരാണ് കേസെടുത്തത്. അങ്ങനെ കേസെടുത്തിട്ടാണ് തെളിഞ്ഞത്. ഇതിപ്പോ ഇതല്ല, ഇത് പച്ചയായ ഒരു മനുഷ്യനാണ് ഇയാള്. ഇയാൾ ഈ CPM ഏരിയ സെക്രട്ടറിയാണ്, ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാവാണ്. അയാൾ ഇന്നും കോടതിയിൽ കൊടുത്തിട്ടും ഈ ഇവിടുത്തെ നിയമം മുഴുവൻ വെല്ലുവിളിച്ചിട്ട് ഇപ്പോഴും അവിടെ കിടക്കുക. എന്തന്വേഷിക്കുക? നിങ്ങൾക്ക് ഞാൻ കൃത്യമായി QR ID ഞാൻ തന്നില്ല. QR ID നിമിഷം കിട്ടും. നിങ്ങളെ ഫോണിൽ കിട്ടുമല്ലോ, നിങ്ങളെ ഫോണിൽ കിട്ടില്ല, നിങ്ങളെ ഫോണിൽ കിട്ടില്ല. അങ്ങനെ ഒന്ന് പോയി ഞങ്ങളിപ്പം വരുന്നതിന് മുന്നേ ഒരു ചെറിയൊരു പെൺകുട്ടിനെ അടിച്ചിട്ട് ലെവലാക്കിട്ട് ആ കേസിൽ നിങ്ങൾ പോകുള്ളൂ. അവര് പരാതി പറഞ്ഞു ഒരു സ്ക്രീൻഷോട്ടാണ് ഇത്. ഈ ഫാബ്രിക്കേറ്റ് ചെയ്തവരുടെ പേര് എഴുതി ചേർത്തിട്ട് അയാൾക്കെതിരെ കേസ് എടുത്തതിന് ശേഷം FIR ഇട്ടതിന് ശേഷമാണ് ഇതെന്താണ് തെളിഞ്ഞത്. ഇത് ഫാബ്രിക്കേറ്റ് ചെയ്ത സാറാണ് തെളിഞ്ഞത്. അതേപോലെ തന്നെ ഈ ഷിബു എന്ന് പറയുന്ന സാറിന്റെ വാദം ഇത് ഫാബ്രിക്കേറ്റഡ് ആണോ ഒറിജിനൽ ആണോ സാർ അറിയില്ല എന്ന സാറിന്റെ വാദം. സാറിന്റെ വാദം അതാണ് അല്ലെ? സാറിന്റെ വാദത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഇതിലെടുത്ത FIR എന്തുകൊണ്ട് ഇതേപോലെ ഈ കക്ഷിയുടെ പേരിലും സാറിന് ഇടാൻ
നിങ്ങൾ ആദ്യം ഇവിടെ വന്ന പഠനങ്ങൾ നിങ്ങൾ കോടതി കൊടുക്കും. ആദ്യമേ നിങ്ങൾ പറഞ്ഞ കോടതി കൊടുക്കുന്നതാണ്. നിങ്ങൾ വേറെ വഴിയുണ്ട്, നിങ്ങൾ കോടതി വേറെ റെസിപ്റ്റ്. അതായത് ഈ ഷിപ്പ് എന്ന് പറയുന്ന ആൾക്കാര് നിങ്ങൾ FIR ഇടണം ആദ്യം. അല്ലെങ്കിൽ ഒരു പരാതി വന്നാൽ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഒന്നിന്റെ FIR ഇടണം. അല്ലെങ്കിൽ ആ FIR ഇടാൻ പറ്റാത്ത സാഹചര്യം 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഇമെയിൽ വഴി പരാതി വെച്ച് നിങ്ങൾ ഇപ്പോഴാണ് സ്റ്റേഷനിൽ വന്നത്. നിങ്ങൾ ഇപ്പോഴാണ് സ്റ്റേഷനിൽ വന്നത്. നിങ്ങൾ ഇന്നലെ ഇമെയിൽ വഴിയാണ് പരാതി വെച്ചത്. നിങ്ങൾ ഇപ്പോഴാണ് സ്റ്റേഷനിൽ വന്നത്. ഇമെയിൽ പരിശോധിക്കുന്ന എന്റെ ചുമതലയാണോ? ഇമെയിൽ അവിടെ വരാൻ സമയത്ത് നല്ല ന്യായങ്ങളും പറഞ്ഞെടുക്കുന്നത്, നല്ല അടിപൊളി ന്യായ. അതായത് 24 ഞാനൊരു ഇമെയിൽ ഒരു പരാതി ഇമെയിൽ എന്തിനാ എന്നെ വിളിച്ച് ഞാൻ അങ്ങോട്ട് ബന്ധപ്പെടാണ്ട് എന്റെ നമ്പറോ മെയിൽ ID എല്ലാം ഇതിലുണ്ട്. എന്നെ ആരും വിളിച്ചിട്ടില്ല. ഞാൻ അതുകൊണ്ട് 24 മണിക്കൂർ കഴിഞ്ഞോണ്ടാ വന്നത്. അങ്ങനെ പറഞ്ഞാൽ പോരാ. 24 മണിക്കൂറുള്ളിൽ നിങ്ങൾ FIR ഇടണം. FIR ഇട്ടിട്ട് അതിന്റെ കേസ് അന്വേഷിക്കണം. എന്നിട്ട് അത് ഫേക്കാണോ അല്ലയോ നിങ്ങൾ ഇതാക്കണം. അതിന് നിങ്ങൾ ആദ്യം നിങ്ങൾ കോടതി പോകുന്നതല്ല, നിങ്ങൾ ആദ്യം FIR ഇടണം. ഈ വിഷയത്തിൽ 24 മണിക്കൂർ FIR ഇടണം. ഒരു കേസ് വന്നാൽ 24 മണിക്കൂർ FIR ഇടണം. നിങ്ങൾ നാട് നീളെ നിയമത്തിൽ നിങ്ങൾ എല്ലാ ആളുകൾക്കും കാശ് തീർക്കുന്ന ഒരു അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.